ആ ദുസ്വപ്നം കണ്ട് രാജാവ് ഞെട്ടി ഉണർന്നു. എന്താണിത്? ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഞാൻ ഈ വിചിത്രമായ സ്വപ്നം ആവർത്തിച്ച് കാണുന്നത്? ആ രാത്രി എത്ര ശ്രമിച്ചിട്ടും രാജാവിന് ഉറങ്ങാനായില്ല. ആ സ്വപ്നം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു. അതൊരു സാധാരണ സ്വപ്നമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിന് എന്തൊക്കെയോ തന്നോട് പറയാനുള്ളതുപോലെ തോന്നുന്നു. എന്തൊക്കെയോ അർത്ഥം ആ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നു. എങ്ങനെയും ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കണം. അടുത്ത ദിവസം തന്നെ രാജാവ് സഭ വിളിച്ചുകൂട്ടി ഇതേപ്പറ്റി സംസാരിച്ചു. സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച് അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്യാൻ കഴിവുള്ള ആരെങ്കിലും നമ്മുടെ രാജ്യത്തുണ്ടോ എന്ന് കണ്ടെത്താൻ രാജാവ് ഉത്തരവിട്ടു. നാളുകളോളം ആ രാജ്യത്താകമാനം തിരഞ്ഞെങ്കിലും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ ആർക്കും സാധിച്ചില്ല. ഒടുവിൽ ആ ദൗത്യം മന്ത്രിമുഖ്യൻ തന്നെ സ്വയം ഏറ്റെടുത്തു. സ്വന്തം രാജ്യം വിട്ട് പുറത്തേക്കും അദ്ദേഹം അന്വേഷണം നടത്തി. ഒടുവിൽ ഒരാളെ അദ്ദേഹം കണ്ടെത്തി. അതിമനോഹരമായി സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഒരു മന്ത്രവാദിനിയെ. മന്ദാര എന്നായിരുന്നു അവളുടെ പേര്. കേവലം സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുക മാത്രമല്ല, ആ സ്വപ്നത്തിൻ്റെ അർത്ഥം വിശകലനം ചെയ്ത് ഭാവിയിൽ വരാനിരിക്കുന്ന പല അപകടങ്ങളെക്കുറിച്ചും സൗഭാഗ്യങ്ങളെക്കുറിച്ചും മുൻകൂട്ടി പറയാനും മന്ദാരയ്ക്കാകുമായിരുന്നു. മന്ത്രിയുടെയും മന്ദാരയുടെയും ഈ കണ്ടുമുട്ടൽ പിന്നീടുള്ള ചരിത്രപ്രധാനമായ പല സംഭവങ്ങളുടെയും ഒരു തുടക്കമായിരുന്നു. മന്ദാരയുടെ വരവോടുകൂടി ദൃക്കാമതിപുരി കൂടുതൽ ശക്തി ആർജിച്ചു. എന്നാൽ യഥാർത്ഥ പ്രതിസന്ധി അവരെ കാത്തിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ദൃക്കാമതിപുരിയുടെ അതിസങ്കീർണമായ കഥയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ഫൈൻ സ്റ്റോറി.